ഹരിചന്ദ്രന്റെ സാമ്രാജ്യത്തിൽ കണ്ണീരണിയുന്ന പെണ്ണുങ്ങൾ ഉണ്ടാകാൻ പാടില്ല. സ്ത്രീകളുടെ കണ്ണുനീർ വീഴുന്ന മണ്ണിന് അധപതനമാണ് ഫലം. പറയൂ, നീ ആരാണ്? എന്തിനിങ്ങനെ കരയുന്നു? മഹാരാജൻ, ഞാൻ സിദ്ധിരൂപിണിയാണ്. ഭൂമിയിലെ എല്ലാ സിദ്ധികളുടെയും ആധാരസ്വരൂപമായ ദേവതയാണ് ഞാൻ. ദേവി, പറയൂ, എന്താണ് ഭവതിയുടെ സങ്കടം? രാജസൂയം ചെയ്ത രാജാവാണ് നാം. ഭവതിയുടെ സങ്കടങ്ങൾ എന്നാൽ പരിഹൃതമാവുമെങ്കിൽ പറഞ്ഞാലും. പ്രഭു, ഓരോ മനുഷ്യനും സ്വായത്തമാക്കാവുന്ന സിദ്ധികൾ ഇത്രയെന്ന് വ്യവസ്ഥപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സിദ്ധിയും നേടാതെ ജീവിച്ചു മരിക്കുന്നവർ മുതൽ ഒട്ടേറെ സിദ്ധികൾ സമാർജിച്ച് ജീവിതം ധന്യമാക്കുന്നവർ വരെ ഈ ലോകത്തുണ്ട്. പക്ഷെ അവരാരും ഈ പരിധി കടക്കാറില്ല. ആരെങ്കിലും ആ പരിധി കടന്നാൽ, അപരിമിതമായ സിദ്ധികൾ കൈവരിച്ചാൽ അത് നല്ലതല്ലേ? ഭവതിക്ക് അതിൽ ഖേദമുണ്ടാകേണ്ട കാര്യമുണ്ടോ? പ്രഭു, ഒരാൾ അനുഷ്ഠിക്കുന്ന സാധനയുടെ തീവ്രത അനുസരിച്ച് അയാൾക്ക് സിദ്ധി കൈവരിക്കാനാകും. അത് പരിധി വിടുന്നില്ലെങ്കിൽ എനിക്ക് ഖേദമില്ല. പക്ഷെ പരിധി വിട്ടാൽ ഞാൻ ആ വ്യക്തിക്ക് അടിമയായി തീരും. എൻ്റെ എല്ലാ ചൈതന്യവും അയാളുടേതായി തീരും. ഞാൻ അല്ലാതായി മാറും. ആരെങ്കിലും അങ്ങനെ പരിധി വിട്ട സിദ്ധികൾക്കായി യത്നിക്കുന്നുണ്ടോ ഇപ്പോൾ? ഉണ്ട് പ്രഭു. അയാൾ ആരാണ്? അയാൾ ഈ അയോധ്യ രാജ്യത്ത് തന്നെയാണോ? അതെ പ്രഭു, അങ്ങയുടെ രാജ്യത്ത് തന്നെയാണ് ആ ആളുള്ളത്. അത് മറ്റാരുമല്ല, മഹാഋഷിവര്യനായ വിശ്വാമിത്രൻ തന്നെയാണ്. വിശ്വാമിത്രൻ എന്നല്ല, ഇനി വസിഷ്ഠ ഗുരു തന്നെയായാലും നാം ഇതിൽ ഇടപെടും. ഭവതി ദുഃഖിക്കണ്ട. ഏത് വിധത്തിലാണ് മഹർഷി വിശ്വാമിത്രൻ ഭവതിയെ സ്വായത്തമാക്കാൻ ശ്രമിക്കുന്നത്? പ്രഭു, കഠിന തപസ്സിലൂടെയാണ് അദ്ദേഹം കൂടുതൽ സിദ്ധി ആർജിക്കാൻ ശ്രമിക്കുന്നത്. ആ തപസ് ഇങ്ങനെ തുടർന്നാൽ എപ്പോൾ വേണോ ഞാൻ അദ്ദേഹത്തിന്റെ അടിമയാകും. ഇല്ല സിദ്ധിരൂപിണി, അതുണ്ടാവില്ല. അയോധ്യാധിപനായ ഹരിചന്ദ്രൻ പറയുന്ന വാക്കാണിത്. നാം വിശ്വാമിത്രന്റെ തപസ് മുടക്കും. ഭവതി സങ്കടം ഉപേക്ഷിക്കൂ, സ്വസ്ഥയായിരിക്കൂ. നന്ദി മഹാരാജൻ, നന്ദി. അങ്ങേക്കിത് സാധിച്ചാൽ ഞാൻ എന്നും അങ്ങയോട് കടപ്പെട്ടവളായിരിക്കും. പ്രണാമം വിശ്വാമിത്ര മഹർഷി. പ്രണാമം മഹാരാജൻ. സത്യവ്രതന് ശേഷം അയോധ്യ വാഴുന്നത് ആരെന്ന് ഇടയ്ക്ക് ചിന്തിക്കാറുണ്ടായിരുന്നു നാം. ഇപ്പൊ കണ്ടപ്പോഴാണ് അങ്ങാണല്ലോ അയോധ്യാധിപൻ എന്നോർത്തത്. അയോധ്യാധിപന് വിശ്വാമിത്രാശ്രമം പഥ്യമല്ലല്ലോ. പിന്നെ എന്താണാവോ ഇങ്ങോട്ട്? മഹർഷി, അങ്ങ് അർത്ഥം വെച്ചാണ് സംസാരിക്കുന്നതെന്ന് നമുക്കറിയാം.
എന്റെ പിതാവ് അങ്ങയെ ഒരുപാട് ആശ്രയിച്ചിരുന്നുവെന്ന് നാം മനസ്സിലാക്കുന്നു. പിതാവിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം സാധിപ്പിച്ചു കൊടുത്തതും അങ്ങാണ്. ഇതിനെല്ലാം നാം അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു. പക്ഷേ എല്ലാ ബന്ധനങ്ങളും വലിച്ചെറിഞ്ഞ് തന്നിഷ്ടം നടപ്പാക്കുന്ന പിതാവിന്റെ ആ ശീലം എനിക്ക് വഴങ്ങുന്നില്ല മഹർഷേ. അതറിഞ്ഞ് അങ്ങ് എന്നോട് പുറത്താലും. അതെ അതെ, വിശ്വാമിത്രനോട് ചങ്ങാത്തം കൂടി വസിഷ്ഠന്റെ വിരോധം വാങ്ങണ്ട എന്നർത്ഥം. അതാണ് രാജതന്ത്രം. വ്യാക്രത്തെയും ജംബുകത്തെയും ഒരേ കൂട്ടിൽ മെരുക്കുന്ന തന്ത്രം. ആകട്ടെ മഹാരാജൻ, അതിലൂടെ അങ്ങ് വിജയിച്ചാലും. പക്ഷേ ഇപ്പോ അങ്ങിവിടെ വന്നതിന് എന്തോ കാരണമുണ്ട്. അത് പറഞ്ഞാലും. അതേ മഹർഷി, ഇപ്പോൾ നാം വന്നത് അയോധ്യയുടെ രാജാവായി തന്നെയാണ്. രാജനീതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് വരവ്. പറയാം. വിശ്വാമിത്രന്റെ അനീതി എന്തെന്നും അതിനുമേൽ അങ്ങ് നടപ്പാക്കാൻ പോകുന്ന നീതി എന്താണെന്നും വ്യക്തമായി പറയാം. മഹർഷി, അങ്ങ് ഏറെക്കാലം തപസ്സനുഷ്ഠിച്ചു, ഒരുപാട് സിദ്ധികൾ ആർജിച്ചു. അങ്ങേക്കിനിയും ഇങ്ങനെ തീവ്ര തപസ്സനുഷ്ഠിക്കേണ്ട ആവശ്യമുണ്ടോ? രാജാവേ, അങ്ങ് ഒരുപാട് കാലം ഭക്ഷണം കഴിച്ചു, ഏറെ ആരോഗ്യം കൈവരിച്ചു. ഇനി ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമുണ്ടോ? മഹർഷി, അങ്ങ് എന്റെ ചോദ്യത്തിന് മറുചോദ്യം മുതിർക്കുകയാണ്. അത് ന്യായമല്ല. അന്യായമായ അങ്ങയുടെ ചോദ്യത്തിന് ന്യായമായ മറുചോദ്യമാണ് നാം ഉന്നയിച്ചത്. പറയൂ, അങ്ങക്ക് എന്താണ് വേണ്ടത്? വളച്ചുകെട്ടില്ലാതെ കാര്യം പറയൂ. പറയാം മഹർഷി. അങ്ങയുടെ തീവ്ര തപസ്സാണ് വിഷയം. അത് പലർക്കും അലോസരം സൃഷ്ടിക്കുന്നു. ഈ തപസ് അങ്ങ് അവസാനിപ്പിക്കണം. അല്ലെങ്കിൽ അത് അവസാനിപ്പിക്കാൻ മറ്റു മാർഗങ്ങൾ തേടേണ്ടി വരും എനിക്ക്. ഇത് രാജകൽപ്പനയാണ്. കൽപ്പിച്ചാലും മഹാപ്രഭു. സൂകരാസുര, നീ നമുക്കൊരു ഉപകാരം ചെയ്യണം. മഹർഷേ, അവിടുന്ന് എന്തു പറഞ്ഞാലും എനിക്കത് അനുസരിക്കാനേ സാധിക്കൂ. പറഞ്ഞാലും ഞാൻ എന്താണ് അങ്ങയ്ക്ക് വേണ്ടി ചെയ്യേണ്ടത്? സൂകര, ഇവിടെ അയോധ്യയിൽ ഹരിശ്ചന്ദ്രൻ എന്നൊരു രാജാവുണ്ട്. അയാൾ ധർമ്മിഷ്ഠനും സത്യവാനുമാണെന്ന് അന്യലോകങ്ങളിലോളം ഖ്യാതിയുണ്ട്. ആ ഖ്യാതി തെറ്റാണ്. അത് തെറ്റാണെന്ന് തെളിയിക്കേണ്ട ആവശ്യമുണ്ട്. പറഞ്ഞാലും പ്രഭു, അതിനായി ഞാൻ എന്ത് ചെയ്യണം? പറയാം. ഹരിശ്ചന്ദ്രൻ നട്ടു പരിപാലിക്കുന്ന ഒരു ഉദ്യാനമുണ്ട് അയോധ്യയിൽ. ഹരിശ്ചന്ദ്രനല്ല, പൂർവ്വസൂരികളായ രാജാക്കന്മാർ തന്നെ നട്ടു പരിപാലിക്കുന്നതാണ് ആ ഉദ്യാനം. അതുകൊണ്ട് തന്നെ ഹരിശ്ചന്ദ്രൻ ആ ഉദ്യാനം ഏറെ പ്രിയങ്കരവുമാണ്. നീ ആ ഉദ്യാനം നശിപ്പിക്കണം. അങ്ങയുടെ നിർദ്ദേശം ഞാൻ ശിരസ വഹിക്കുകയാണ്. ഈ സൂകരാസുരൻ അത് ചെയ്തിരിക്കും. പക്ഷേ അതിനു മുമ്പ് ഒന്ന് ചോദിച്ചോട്ടെ, എന്തിനാണ് അങ്ങ് ഹരിശ്ചന്ദ്രനെതിരെ നീങ്ങുന്നത്? എന്താണ് അങ്ങേക്ക് ആ രാജാവിനോടുള്ള നീരസത്തിന് നിദാനം? ജയിക്കുന്നതാണ് വിശ്വാമിത്രന് ഹരം. ആ ജയത്തിനു വേണ്ടി വിശ്വാമിത്രൻ ഏതു വഴിയിലൂടെയും സഞ്ചരിക്കും. ഹരിശ്ചന്ദ്രൻ ധർമ്മിഷ്ഠനാണ്, ദാനശീലനാണ്, എല്ലാം ശരിയാണ്.
പക്ഷേ അയാൾ അതല്ല എന്ന് തെളിയിക്കാൻ വിശ്വാമിത്രൻ തീരുമാനിച്ചാൽ തെളിയിച്ചിരിക്കും. അതിനുള്ള ആരംഭമാണിത്. ചെല്ലു, നിന്റെ സൂകര വടിവെടുത്ത് ആ ഉദ്യാനം തകർത്ത് നാമാവിശേഷമാക്കൂ. അങ്ങനെ ചെയ്യാം പ്രഭു. അയോധ്യാധിപൻ ധർമ്മ സംസ്ഥാപകൻ ഹരിശ്ചന്ദ്ര മഹാരാജാവ് നീണാൾ വാഴട്ടെ. കടന്നു വരൂ. മഹാരാജൻ കാക്കുമാറാകണം. ഒരു പന്നി വന്ന് ഉദ്യാനമാകെ നാശം വിതയ്ക്കുന്നു. പന്നിയോ? നമ്മുടെ ഉദ്യാനത്തിലോ? എന്നിട്ട് കാവൽക്കാർക്ക് ഉദ്യാനപാലകർക്കും അതിനെ ഓടിക്കാൻ സാധിക്കുന്നില്ലേ? ഇല്ല പ്രഭു, അത് വെറുമൊരു കാട്ടുപന്നിയല്ല. ഏതോ അസുരനോ രാക്ഷസനോ വേഷം മാറി വന്നതാണെന്ന് ഞങ്ങൾ സംശയിക്കുന്നു. കാവൽക്കാരെ അത് കുത്തി മലർത്തി. പിന്നീട് ഞങ്ങളുടെ നേരെ തിരിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ജീവനും കൊണ്ട് ഇങ്ങോട്ട് ഓടിപ്പോകുന്നത്. ഉദ്യാനത്തിൽ ആ സൂകരം എന്തൊക്കെ നാശങ്ങൾ വിധിച്ചു! മുല്ലകളും കൈതകളും കടമ്പ വൃക്ഷങ്ങളും, എന്തിന് വൻ മരങ്ങൾ പോലും ആ സൂകരം കുത്തിമറിച്ചിട്ട് പ്രഭു. പൂങ്കാവനം മുഴുവൻ ഇളക്കി മറിച്ചിരിക്കുന്നു. എന്നിട്ട് അതിപ്പോഴും ഉദ്യാനത്തിൽ നിൽക്കുകയാണോ? ഇല്ല പ്രഭു, കാവൽക്കാരെ കുത്തിമലർത്തി പൂങ്കാവനം തകർത്ത ശേഷം വനത്തിലേക്ക് ഓടിപ്പോയി. അയോധ്യാധിപന്റെ ഉദ്യാനം നശിപ്പിച്ചിട്ട് ജീവനോടെ രക്ഷപ്പെടുകയോ? അതും വെറുമൊരു സൂകരം. അനുവദിക്കില്ല. ആരെവിടെ? ആയുധമൊരുക്കൂ, രഥമൊരുക്കൂ. നാം ആ സൂകരത്തെ പിന്തുടരാൻ തീരുമാനിച്ചിരിക്കുന്നു. ഏത് വനഗർഭത്തിൽ ചെന്നിട്ടായാലും ആ സൂകരത്തെ നാം കൊന്നിരിക്കും. നിങ്ങൾ പൊയ്ക്കോളൂ. നിങ്ങൾ എന്തിനാണ് എന്റെ പിന്നാലെ നടക്കുന്നത്? ഉദ്യാനം കുത്തിമറിച്ച ആ പന്നി നമ്മളെ കബളിപ്പിച്ച് കളിക്കുകയാണ് ഇവിടെ. പോകൂ, 4 വഴിക്ക് പിരിഞ്ഞു പോകൂ. എന്നിട്ട് ആ പന്നി എങ്ങോട്ട് ഒളിച്ചെന്ന് കണ്ടുപിടിക്കൂ, അതിനെ നിഗ്രഹിക്കൂ. പോകൂ.
അഹങ്കാരവും ആത്മബോധവും ഏതു വ്യക്തിയെയും അന്ധനാക്കും. ആ ആന്ധ്യം അയാളെക്കൊണ്ട് അരുതാത്തത് പ്രവർത്തിപ്പിക്കും. സംയമനവും വിനയവും ശീലിക്കൂ. അതാണ് ശ്രേഷ്ഠമായ